അങ്ങനെ 19-ാം തീയതി, അതായത് മെയ് 19 മുതൽ 26-ാം തീയതി വരെ, അതായത് 25-ാം തീയതി രാത്രി 11:30 വരെ ഉള്ളൊരു പ്രോഗ്രാം ആയിട്ട് അവർ അറേഞ്ച് ചെയ്തു. അതിൽ കൂടുതൽ ദിവസം എനിക്കും പറ്റത്തില്ല. ഏതായാലും അങ്ങനെ ഞങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനും ഭാര്യയുണ്ട്, പിന്നെ എൻ്റെ കസിനും വൈഫും ഉണ്ട്. ബാക്കി പിന്നെ ആളുകൾ കുറച്ച് പേര് നേരത്തെ എൻ്റെ കൂടെ വന്ന വിയറ്റ്നാം സന്ദർശിക്കാനൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൽ ഒരു 3-4 ഡോക്ടേഴ്സും ഒക്കെയാണ്, എല്ലാം ഒരു എലൈറ്റ് ഗ്രൂപ്പാണ് അതിൽ വന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ടത്തെ പോലല്ല. പണ്ട് സ്ത്രീകൾ വളരെ കുറച്ചല്ലേ യാത്ര ചെയ്യുന്നത്, ഇപ്പം അങ്ങനല്ല. ഇത് 31 പേര് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ 31 പേരിൽ പുരുഷന്മാരെന്ന് പറയുന്ന 6 പേരേ ഉള്ളൂ. അതായത് ഇതിലെ ഈ ഡെസ്റ്റിനേഷൻ ക്യാപ്ചേഴ്സിൻ്റെ ഒരു മാനേജർ, സെയിൽസ് മാനേജരായിട്ടുള്ള ആനന്ദ്, അയാൾ പല പ്രാവശ്യം ചൈനയിൽ പോയിട്ടുള്ളതാണ്, ചൈന പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഉണ്ട് ഇത് ലീഡ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നസീർ, ഗ്രീൻ ഹാവൻ ഹോളിഡേയ്സിൻ്റെ അവർ ഈ 2 പേര് ഉൾപ്പെടെ യാത്രക്കാരായിട്ട് ബാക്കി ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ പുരുഷന്മാർ 4 പേരാണ്. ബാക്കി മുഴുവൻ സ്ത്രീകളാണ്, 25 പേര്. അത് യാത്ര ഇവിടുന്ന് ഞങ്ങൾ മലേഷ്യ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് പോയത്. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് അത് 19-ാം തീയതി രാത്രി 12:20, അതായത് വെളുപ്പിന് 0.20 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് 20-ാം തീയതി ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ യാത്ര തുടങ്ങി. വളരെ വളരെ നല്ല കൃത്യത പാലിക്കുന്ന ഫ്ലൈറ്റാണ് ടൈം. അവർ നേരെ കോലാലംപൂരിലേക്ക് ഞങ്ങൾ പോയി. കോലാലംപൂരിൽ ചെന്നിട്ട് അവർ ഒരുപാട് ടൈമൊന്നും ഓടില്ല, ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമേ കിട്ടുള്ളൂ. അവിടുന്ന് പെട്ടെന്ന് തന്നെ അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് ഷാങ്ഹായ്ക്കുള്ള ഫ്ലൈറ്റാണ്. അത് വലിയ ഫ്ലൈറ്റാണ്. അതിൽ രണ്ടാമത്തെ ബോർഡ് ചെയ്തു. അവിടുന്ന് ബോർഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് 4 മണിക്കൂറോളം വേണം കോലാലംപൂർ. അവിടുന്ന് 5.5 മണിക്കൂറാണ് ഷാങ്ഹായ് ഫ്ലൈറ്റ്. ബീജിങ് ഫ്ലൈറ്റ് വരുമ്പോൾ ഒരു 20 മിനിറ്റോടെ കൂടും. അപ്പോൾ ഏതാണ്ട് 5.25 മണിക്കൂർ, കൂടുതൽ 5 മണിക്കൂറും 50 മിനിറ്റും ഒക്കെ എടുക്കും. 6 മണിക്കൂറിനടുത്ത് എടുക്കും. അങ്ങനെ ഞങ്ങൾ ഷാങ്ഹായിൽ 20-ാം തീയതി ഏതാണ്ട് ഉച്ച കഴിഞ്ഞൊരു 3 മണി ആയപ്പോഴത്തേക്ക് ഷാങ്ഹായിലെത്തി. യാത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വളരെ നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ടിക്കറ്റ് കുറച്ചുകൂടെ കൂട്ടിയെടുത്തതുകൊണ്ട് വളരെ സുഖകരമായിട്ട് ഉള്ള യാത്രയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അവിടെ ഷാങ്ഹായിലെത്തി. അപ്പോൾ ഞങ്ങളെ കാത്ത് അവിടെ ഗൈഡ്, അതായത് അവിടുത്തെ ഗൈഡ്, ഷാങ്ഹായി കൊണ്ടു നടക്കാനുള്ള ഗൈഡ്, അയാൾ വിവിയൻ എന്നോ മറ്റോ ആണ് അയാളുടെ പേര്, അയാളുണ്ടായിരുന്നു. അവിടെ കാത്തു നിൽപ്പുണ്ട്, എയർപോർട്ടിലുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയി വളരെ ആധുനികമായിട്ടുള്ള ഒരു ബസ്സിലാണ് ഞങ്ങളെ കയറ്റിയത്. നല്ല ബസ്, വളരെ നല്ല വണ്ടി. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാം കയറി ഞങ്ങളിങ്ങനെ ഈ ചൈനയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ വഴികളെന്നൊക്കെ പറയുന്ന റോഡ് ഏറ്റവും കൂടുതലുള്ളതും ഓവർ ബ്രിഡ്ജുകളാണ് റോഡ് മുഴുവൻ. അവർ താഴെ ഉള്ള ആ ഭാഗത്തൂടെയൊക്കെ വേറെ വണ്ടി നേരത്തെയൊക്കെ പോകാം. ഇത് മുഴുവൻ ഓവർ ബ്രിഡ്ജാണ്, വലിയ ഹൈവേ മുഴുവൻ. അപ്പോൾ അത് ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 1-2 കിലോമീറ്റർ ഒന്നും അല്ല, ഫുൾ ഇതാണ്. അത് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് ചെല്ലുന്നത് വരെ ഉള്ള ഭാഗത്തുള്ള ഈ മുഴുവൻ യാത്ര നടത്തിയ റോഡും ഓവർ ബ്രിഡ്ജാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഓവർ ബ്രിഡ്ജിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. വളരെ ചുംബികളായ കെട്ടിടങ്ങൾ, അത് വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ട് വെച്ചേക്കുന്ന കെട്ടിടങ്ങൾ. പുതിയ കെട്ടിടങ്ങളൊക്കെ വളരെ സ്റ്റൈലിഷാണ്, വലിയ കെട്ടിടങ്ങൾ. അതിപ്പോൾ നമ്മൾ അമേരിക്കൻ തെരുവുകളിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നതിനെയൊക്കെ അഴിയൊക്കെ കവച്ച് വെക്കുന്ന സ്റ്റാൻഡേർഡിലുള്ള കെട്ടിടങ്ങളാണ് കാണാനുള്ളത്. വണ്ടികളെന്ന് പറയുന്നത് എല്ലാം അവിടെ ചൈനീസ് വാഹനങ്ങളെന്ന് മാത്രമൊന്നുമല്ല, എല്ലാ വാഹനങ്ങളും ഉണ്ട് അവിടെ. ഞാൻ ടെസ്ല പോലും കണ്ട്. യഥാർത്ഥത്തിൽ BYDക്ക് എതിരായിട്ടാണല്ലോ ടെസ്ല വരുന്നത്, അതുപോലും കണ്ട്. പിന്നെ ബെൻസ് ധാരാളമുണ്ട് കാറുകൾ. BYD ഇഷ്ടമാതിരിയുണ്ട്. പിന്നെ 2 രീതിയിലാണ് കാറുകളുടെ ബോർഡ്.
ഒന്ന് നീല കളറ് ഉള്ള ബോർഡ്, അതായത് നമ്പർ പ്ലേറ്റ്, മറ്റേത് പച്ച കളർ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതാണ് നിരത്തുകളിൽ കൂടുതൽ. ഇലക്ട്രിക് വാഹനങ്ങളാണ് കൂടുതൽ. മറ്റേ നീല എന്ന് പറയുന്ന പെട്രോൾ വാഹനങ്ങളാണ്, അത് കുറവാണ്. ഇനി വരുന്ന 8 വർഷത്തിനകത്ത് എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനായിട്ടാണ് ചൈനീസ് ഗവൺമെൻറ് ഇപ്പോൾ ഉത്തരവിട്ടേക്കുന്നത്. അത് കാരണം അവിടെ ഈ പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി, ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് റോഡിലൂടെ നമ്മൾ കാണുന്നതെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്ന ഇലക്ട്രിക് കാറുകളാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നന്നായിട്ട് ഓടിച്ചു പോവുകയും ചെയ്യാം. കാരണം പിന്നെ ട്രാഫിക് പോലീസിനെ ഒന്നും കാണാനൊന്നുമില്ല അവിടെ. വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ ട്രാഫിക് പോലീസിനെ കണ്ടത്. പക്ഷേ ആളുകൾ അന്തസ്സായിട്ട് ആ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതാണ് കാണുന്നത്. അത് ആ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ സീബ്ര ക്രോസിങ്ങിൽ ക്രോസ് ചെയ്യുന്ന അവിടെ ഇത് ഇപ്പം ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടികളെല്ലാം വാഹനങ്ങളെല്ലാം നിർത്തി കൊടുക്കും. ഇതൊക്കെ ചെയ്യും. നമ്മളെപ്പോലെ ഇവിടുത്തെ ക്രോസിങ്ങിലൂടെ വിട്ടുപോകുന്നുള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല, നിർത്തി കൊടുക്കും. വളരെ അന്തസ്സായിട്ടാണ്, ആ രീതിയിലാണ് അവിടെ ഡ്രൈവിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. എല്ലാവരും അത് നിയമം പാലിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ക്ലീൻ, അതായത് നീറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ആ തെരുവൊക്കെ സൂക്ഷിക്കുന്നത് നല്ല പൂക്കളാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. പൂക്കൾ എന്ന് പറഞ്ഞാൽ ഈ മീഡിയനിൽ മുഴുവൻ വലിയ വിശാലമായ മീഡിയനാണ്. ഏതാണ്ട് ഒരു 10 അടി വീതിയെങ്കിലും ആ മീഡിയന് 10-15 അടി വീതിയുണ്ട്. ഇത് നിറച്ച് പൂക്കളുള്ളതാണ്, നല്ല പൂക്കൾ വിരിഞ്ഞ് നിൽക്കുകയാണ്. അതിനെ റോഡിൻ്റെ സൈഡുകൾ മുഴുവൻ അതേപോലെയാണ് പൂക്കൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നുണ്ടല്ലോ, 1-2 കളറുള്ള സൈക്കിളുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ അത് എന്തിനാണ്, അതായത് പച്ച കളർ കൂടുതൽ ഉള്ളത് സൈക്കിളുകൾ, ഇതെന്താ ഇങ്ങനെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ആ ഗൈഡ് പറഞ്ഞു തന്നത്, ഗൈഡും അതുപോലെ ഞങ്ങളുടെ ഈ ടൂർ കണ്ടക്ട് ചെയ്ത ആൾ പറഞ്ഞു തന്നത് വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം. അത് ഒരു ആപ്പ് ഉണ്ട് അവിടെ, ഒരു ചൈനീസ് ആപ്പാണ് അത്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ സൂക്ഷിക്കും. എന്നിട്ട് ഇതുകൊണ്ട് കാണിച്ച് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം, നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഈ സൈക്കിളിൻ്റെ അവിടെ ചെന്നിട്ട് ഈ ആപ്പ് ഓണാക്കി എടുത്താൽ ഒരു സൈക്കിൾ അൺലോക്ക് ചെയ്തെടുക്കാം. അതുപോലെ സ്കൂട്ടറുകളുണ്ട്. ഈ ഒരു പ്രത്യേക രീതിയിലുള്ള സ്കൂട്ടർ അല്ലത്, അത് ഈ MIT എന്നൊക്കെ പറഞ്ഞ് ഉള്ള വാഹനം നമ്മൾ കണ്ടിട്ടില്ലേ, അത് 2 വീലർ അങ്ങനെയുള്ളതുകൊണ്ട് അതും ഓപ്പൺ ചെയ്ത് നമുക്ക് എടുക്കാം. ശേഷം അടുത്തതിൽ